ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിനിമ റിവ്യൂ ആയിട്ടല്ല. നമ്മുടെ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കാണാതായ സംബന്ധിച്ച് ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ അഭിപ്രായം പറയാമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോയുമായി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ കാണാതായത് സംബന്ധിച്ച് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ബന്ധുവായ 12 വയസ്സുകാരിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. 12 വയസ്സുകാരിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള ഒരു കാര്യം കേട്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ ചെറുതല്ല. ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും ഈ ഒരു സംഭവം കേട്ടപ്പോൾ. അതായത് ഈ മരിച്ച കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് ഈ 12 വയസ്സുകാരിയെ സംരക്ഷിച്ചു വന്നിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. പണ്ട് ആഹാരം കുറവായിരുന്നു, സുഖസൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് വളരെ കുറവായിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സുഖസൗകര്യങ്ങളുണ്ട്, ആഹാരമുണ്ട്, അവർക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. ഇന്നത്തെ കാലത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഡയറക്റ്റായി തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ. എന്നാൽ പണ്ടുള്ള കുട്ടികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഓരോ സ്കൂളിലും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കൊടുത്താൽ നന്നായിരിക്കും എന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ ആയാലും സിനിമ ആയാലും ഒക്കെ ഇന്ന് ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സ് വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ കുട്ടികൾ കൂടുതൽ സ്കൂളിലാണല്ലോ ചിലവഴിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അതുപോലെ വീട്ടിലും കുഞ്ഞുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷനിൽ നിൽക്കുന്ന ആരാണോ, അല്ലെങ്കിൽ കുഞ്ഞ് തിരിച്ചും കുഞ്ഞിനോടും നല്ലൊരു ബോണ്ടിങ് നിലനിർത്തുന്ന ആളാരാണോ അവർ കുഞ്ഞിന് ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ഉപകാരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കുഞ്ഞ് സംസാരിക്കാൻ പ്രായമാകുന്നത് വരെയെങ്കിലും, ഒരു 2.5-3 വയസ്സൊക്കെ ആകുന്നത് വരെയെങ്കിലും എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് കുഞ്ഞിൻ്റെ മേൽ ഉണ്ടായിരിക്കണം. ഒരു നിമിഷം. കാരണം ഇന്ന് ബന്ധു ആയിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞിന് ചുറ്റുമുള്ള ഓരോ കണ്ണുകളും കഴുകൻ കണ്ണുകളായി തന്നെ നമ്മൾ കാണണം. അങ്ങനെ ആകുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.